ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അച്ചുപോട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശരിക്കും ഈ വീഡിയോ കാണുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സേ എക്സാം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വെച്ചു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള 2026 നിങ്ങളുടെ സേ എക്സാം എങ്ങനെയായിരിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ എക്കണോമിക്സിൻ്റെ എക്സാം 2026 മാർച്ച് മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ പറയുന്ന മാർച്ച് മാസം 2026 നമുക്ക് നടന്നിരുന്ന എക്കണോമിക്സിൻ്റെ എക്സാം ഉണ്ടല്ലോ, സെയിം സ്റ്റാൻഡേർഡ് 1 സെൻറ്റിമീറ്റർ പോലും കുറയാതെ അതേ സ്റ്റാൻഡേർഡ് എക്സാം തന്നെയായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ അതേ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുക എന്നല്ലാതെ കുറയാൻ ഒരു ചാൻസ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അതായിരിക്കും നമ്മുടെ എക്കണോമിക്സിൻ്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇതൊരിക്കലും ഞാൻ നിങ്ങളെ ടെൻഷനാക്കാൻ വേണ്ടി പറഞ്ഞല്ല. എന്താണോ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ഇമേജ് ആദ്യം നമുക്ക് മനസ്സിലാവുക. എന്നിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും നമുക്കിത് പാസ്സായി എടുക്കാം. ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ 2025 എക്കണോമിക്സ് ഫെയിൽ ആയിട്ടുള്ള ആൾക്കാർ ഏകദേശം 23,000 ആൾക്കാരാണ്. 23,000 ആൾക്കാർ എന്ത് ചെയ്തു? എക്കണോമിക്സ് പരീക്ഷയ്ക്ക് പാസ്സായില്ല. ഓക്കെ, സമ്മതിച്ചു. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 2026 വന്നു കഴിഞ്ഞപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തു? നമ്മൾ കുറച്ച് പേര് പരാജയപ്പെട്ടു പോയി. അത് 31,000 ആൾക്കാരായിട്ട് വർദ്ധിക്കുകയാണ് ചെയ്തത്. എന്താ സംഭവിച്ചത്? 31,000 ആൾക്കാരായിട്ട് ഏകദേശം 8,000-ഓളം കുട്ടികൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ട കുട്ടികളുടെ ലിസ്റ്റ് വീണ്ടും കൂടുതലായിട്ട് വന്നു. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവും? ഒരൊറ്റ കാര്യം ഞാൻ പറയട്ടെ, ഈ ഗ്രാഫിൽ നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമ്പ്രൂവ്മെൻറ്റ് ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും കാര്യത്തിൽ എല്ലാ കുട്ടികളും പാസ്സാവുന്നതിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്തല്ലേ. അതായത് തോൽക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ എക്കണോമിക്സ് മാത്രം എന്ത് ചെയ്തു? ഇത്രയും കുട്ടികൾ തോറ്റുപോയി. എന്താ കാരണം? നമ്മുടെ എക്സാം അത്രയും സ്റ്റാൻഡേർഡ് ആയിരുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സ്റ്റാൻഡേർഡ് എക്സാം മാത്രമേ നമുക്ക് വരാൻ ഒരു ചാൻസും അതിൽ അപ്പുറത്തേക്ക് ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് എക്സാം മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടായാലും എന്താണ് സേ എക്സാം എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സേവ് എ ഇയർ, അതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതായത് ഈ സേവ് എ ഇയർ എന്ന് പറയുമ്പോൾ SAY ഉണ്ടല്ലോ, അത് ചേർത്തിട്ടാണ് സേ എക്സാം എന്ന് പറഞ്ഞത്. അപ്പോൾ സേ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ 1 ഇയർ, അതെന്താണ്? നിങ്ങളുടെ ഒരു വർഷത്തെ ഫ്യൂച്ചറാണ്. ഓക്കെ, നിങ്ങളുടെ 1 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് എ ഇയർ അല്ല, സേവ് എ ഫ്യൂച്ചറാണ്, സേവ് എ ലൈഫാണ്, സേവ് എ കരിയറാണ്. നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ഫ്യൂച്ചറൊക്കെ സേവ് ചെയ്യാനുള്ള ഈ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഗതി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടും. നമ്മുടെ മാർച്ചിൽ നടന്ന പരീക്ഷയുടെ അതേപോലെ തന്നെ 80 മാർക്കിന് എക്കണോമിക്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 80 മാർക്ക് നമുക്ക് എക്സാം ഉണ്ടാവും. ഈ 80 മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 48 മാർക്ക് എഴുതി വാങ്ങണ്ട. പ്ലസ് ടുവിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് 10 മാർക്കാണ് കിട്ടിയത് വിചാരിക്കാം. ഓക്കെ, പ്ലസ് വണ്ണിൽ എത്ര കിട്ടിയത്? 10 മാർക്കാണ് വിചാരിക്കുക. അപ്പം നിങ്ങൾ എത്ര വാങ്ങിയാൽ മതി? 38 ഇനി എഴുതി വാങ്ങിയാൽ മതി. ഇനി പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് കിട്ടിയതൊരു 5 മാർക്കാണ് വിചാരിക്കുക. അപ്പം എന്ത് ചെയ്താൽ മതി? നിങ്ങൾ 43 മാർക്ക് എഴുതി വാങ്ങിയാൽ മതി. ഇനി പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് കിട്ടിയത് 20 മാർക്കാണ് വിചാരിക്കുക. ഈ വർഷം നിങ്ങൾ ആകെ 28 മാർക്ക് എഴുതി വാങ്ങിയാൽ മതി. ഇത് സേ പരീക്ഷ എഴുതാണെങ്കിൽ. ഇനി നിങ്ങൾ സേ പരീക്ഷയ്ക്ക് പഠിച്ചൊന്നുമില്ല. 2026 ജൂൺ മുതൽ നോക്കണേ, ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ നീണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് സേ എക്സാമിലും നിങ്ങൾ എന്ത് ചെയ്തു? അതിൽ നിങ്ങൾ ഫെയിൽഡായി എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അവിടെ ഉണ്ടാകുന്നത് വലിയൊരു നഷ്ടം ഉണ്ടാകുന്നത് വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇനി പരീക്ഷ എഴുതാം എന്ന് എഴുതുന്നത് 2027 മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. പക്ഷെ അപ്പം നിങ്ങൾ പരീക്ഷ എഴുതുമ്പം വെറും +2 മാത്രം എഴുതിയാൽ പോരാ. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? +1ൻ്റെയും പരീക്ഷ എഴുതേണ്ടി വരും. അപ്പോൾ ചുരുക്കി പറയുന്നത് +2ഉം +1 നിങ്ങൾ പരീക്ഷ എഴുതി രണ്ടും പാസ്സാകേണ്ടി വരും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ടാർഗറ്റ്, ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. കാരണം അത് അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വിളിക്കുന്നവരാണ് കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസിൽ നിങ്ങൾ പെടാതിരിക്കണമെങ്കിൽ ഞാൻ പറയുന്നു, ഇത്തവണത്തെ സേ എക്സാം നിങ്ങൾ പഠിച്ചെഴുതണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. നിങ്ങളുടെ 1 ഇയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. ആൻഡ് കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മാറി നിൽക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിലേക്ക് പെട്ടുപോയത്. ഇനി എന്തിനാണ് ഇത്? ആർക്ക് വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ആർക്ക് വേണ്ടിയിട്ട് പരീക്ഷ ഉള്ളത്? നമ്മുടെ മാർച്ച് 2026 പരീക്ഷ ഫെയിലായ ആൾക്കാരുണ്ടാവും അല്ലേ. അതേപോലെ ഇതേ മാർച്ച് 2025 പരീക്ഷ ഫെയിലായ ആൾക്കാരുണ്ടാവും. 24 പരീക്ഷ ഫെയിലായ ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സേ എക്സാം നടന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ കാറ്റഗറിയൊക്കെ ഇവരൊക്കെ ആരെങ്കിലും വരിക? ഈ പറഞ്ഞ കൂട്ടക്കാരൊക്കെ ആരെങ്കിലും വരിക? ഇവരൊക്കെ കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസിൽ വരിക. അപ്പോൾ നിങ്ങൾ ഈ വർഷം പാസ്സായ കുട്ടികൾ ഒരിക്കലും കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസിലേക്ക് പോകാതിരിക്കാൻ. എന്താ അങ്ങനെ പോകാതിരിക്കുക എന്ന് പറയുന്നത്? വേറെ ഒന്നുമല്ല, നിങ്ങളവിടെ +1ഉം പഠിക്കണം, +2ഉം പഠിക്കണം. അപ്പോൾ രണ്ടും കൂടി പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, ഇവിടെ നിങ്ങൾ സേ എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ 2026 സേ എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ട എന്താണ്? നിങ്ങളുടെ +2 മാത്രം പഠിച്ചാൽ മതി. നിങ്ങളുടെ +2 മാത്രം പഠിക്കുക. ഈ പറഞ്ഞ +2ലെ 80 മാർക്കിൻ്റെ പരീക്ഷ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിൽ ഈസി ആയിട്ട് പാസ്സാകും. അപ്പോൾ 48 മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴികൾ ഞാൻ പറഞ്ഞുതരാം. ഈ 48 മാർക്ക് എന്ന് പറഞ്ഞത് നിങ്ങളുടെ +1ന് നിങ്ങൾക്കൊരു 5 മാർക്ക് കിട്ടിയിട്ടുണ്ടോ? +1ൽ 5 മാർക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാൽ മതി? അതിൻ്റെ കൂടെ ഒരു 43 മാർക്കിന് നിങ്ങൾ 80 എഴുതി വാങ്ങിയാൽ മതി. 80
43 മാർക്ക് നിങ്ങൾക്ക് എഴുതി വാങ്ങിയാൽ മതി. അപ്പോൾ ഇത് പോസിബിൾ ആണ് സാറേ, അതായത് പകുതിയോളം ശതമാനം മാർക്ക് ചെയ്യാൻ വേണം, ഇതെന്നെ കൊണ്ട് കഴിയുമോ, ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അതുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം പഠിക്കാനുള്ളത് നമ്മുടെ മൈക്രോ ഉണ്ട് ആൻഡ് മാക്രോയും ഉണ്ട് അല്ലേ. ഇതിന് മൊത്തം മൈക്രോയിൽ 5ഉം മാക്രോയിൽ 6ഉം മൊത്തം 11 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ 80 മാർക്ക്. പക്ഷെ 11 ചാപ്റ്റർ പഠിക്കണ്ട, ഞാൻ പറയട്ടെ 40ൻ്റെ മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾ പഠിക്കും. നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ് 1ാമത്തെ ചാപ്റ്റർ, മൈക്രോയിൽ 1ാമത്തെ ചാപ്റ്റർ. അതൊരു 4 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. രണ്ടാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന മൈക്രോ തന്നെ 4ാമത്തെ ചാപ്റ്റർ പെർഫെക്റ്റ് കോമ്പിനേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ പൂർണ്ണ കിട മത്സര കമ്പോളം. അവിടുന്ന് 10 മാർക്ക് നമുക്കൊരു 8 മാർക്ക് എസ് എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം. അപ്പോൾ നോക്കി 8 ഇവിടെ ഒരു 4 എത്രയായി 12 മാർക്കായി അല്ലേ. ഇനി നിങ്ങൾ നോക്കേണ്ടത് അടുത്ത നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക പഠിക്കേണ്ടത് 5ാമത്തെ യൂണിറ്റാണ്, അഥവാ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അവിടുന്ന് 6 മാർക്കിന് ചോദിച്ചാൽ പോലും നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം ഒരു 5 മാർക്ക് നമുക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ നോക്കി 8 5 13 4 17 മാർക്കായി. 3 ചാപ്റ്ററിന് മാത്രം 17 മാർക്കായി. ഇനി നിങ്ങൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവിടുന്ന് ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഏറ്റവും മിനിമം 5 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ എത്ര മാർക്കായി 5 5 10 18 22 മാർക്കായി അല്ല, 22 മാർക്കായാലോ. മൈക്രോന്ന് മാത്രം 22 മാർക്കായി. ആൻഡ് പിന്നീടാണ് നിങ്ങൾ എന്തിനെ മൈക്രോയിൽ ഈ പറഞ്ഞ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കേണ്ടത്. അവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് മിനിമം ഞാൻ പറഞ്ഞു, മിനിമം നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്കി എത്ര മാർക്കായി മൊത്തം 4ഉം 5ഉം 9ഉം 5ഉം 14ഉം 22ഉം 27 മാർക്ക്. അപ്പോൾ 27 മാർക്ക് എവിടെ നിന്ന് കിട്ടും മിനിമം. ഏറ്റവും മിനിമമായിട്ടാണ് പറഞ്ഞത് 27 മാർക്ക് നിങ്ങൾക്ക് മൈക്രോന്ന് സ്കോർ ചെയ്യാം. ഏറ്റവും മിനിമം പറഞ്ഞത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കുട്ടിക്ക് പോലും 27 മാർക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാം. ഞാൻ പറഞ്ഞ രീതിയിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അടുത്തത് മൈക്രോ കഴിഞ്ഞ് നിങ്ങൾ മാക്രോ നോക്കണമെങ്കിൽ മാക്രോ ഫസ്റ്റ് യൂണിറ്റ് പഠിക്കാം. അവിടെ എന്തായാലും 3 മാർക്കിന് ചോദ്യം ഉണ്ടാവും. ആ 3 മാർക്ക് നമുക്ക് കിട്ടണം, അത് പോകരുത്, അത് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമാണ്, അത് നമ്മൾ സ്കോർ ചെയ്യും. ദെൻ നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ നിന്ന് 6 മാർക്കാണ് ചോദിക്കുക. പക്ഷേ 6 മാർക്കല്ല, ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട് എസ് എ ഒക്കെ ചോദിക്കുമ്പോൾ 8 മാർക്ക് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മിനിമം ഒരു 5 മാർക്ക് കൂട്ടാണ്. അപ്പോൾ എത്രയായി 5 3 8 മാർക്കായി അല്ലേ. ഇനി നിങ്ങൾ പഠിക്കേണ്ടത് അവിടെ പഠിക്കേണ്ടത് ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 3 മാർക്കെങ്കിലും മിനിമം ഉണ്ടാവും. എത്ര മാർക്ക് 3 മാർക്ക് ഉണ്ടാവും. അപ്പോൾ എത്ര മാർക്കായി 11 മാർക്കായി. ഇപ്പം മൊത്തം 11ഉം 27 38 മാർക്കായാലോ. ഇനി നമുക്കൊരു 43 മാർക്കായാലോ, 5 മാർക്ക് വേണം അല്ലേ. ഇനി നിങ്ങൾ നോക്കുക ഗവൺമെൻറ് ബജറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനേക്കാൾ യൂണിറ്റ് 6 ഓപ്പൺ എക്കോണമി എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 6 മാർക്കിന് ചോദ്യം ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു 3 മാർക്ക് സ്കോർ ചെയ്യാം. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിന് 12 മാർക്ക് ഉണ്ടാവുക. പക്ഷേ ആ 12 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം മിനിമം ഒരു 7 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ എത്ര മാർക്കായി 3 7 10ഉം 15ഉം 3ഉം 18ഉം 18ഉം എത്രയായി 9 9 7 16 21. അപ്പോൾ ഇനി നിങ്ങൾ പറ 21 + 27 എത്ര മാർക്കായി. അപ്പോൾ 21 + 27 എത്ര മാർക്കായി 48 മാർക്കായി. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ 48 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ചാപ്റ്ററിലും പഠിക്കണം എന്നുള്ള ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങൾ ഏതൊക്കെ പഠിക്കണമെന്ന് ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ എക്കണോമിക്സ്, ഞാൻ പറയുന്ന എക്കണോമിക്സിൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പാസ്സാവാൻ 2 വർഷം കൊണ്ട് +1ഉം ആൻഡ് +2 നിങ്ങൾക്ക് വേണ്ട എത്ര മാർക്കാണ്, അതാണ് 48 മാർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ 48 മാർക്ക് സ്കോർ ചെയ്യാൻ ഞാൻ പറയുന്നത് 160 മാർക്ക് നമുക്ക് 2 വർഷം കൊണ്ട് നമ്മൾ നേടുന്നത് 48 മാർക്കാണ്. അപ്പോൾ +1 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന 80 മാർക്കിന് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ. ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന 80 മാർക്കിൻ്റെ സേ എക്സാം ഉണ്ട് അല്ലേ. ഈ സേ എക്സാമിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറയുന്നു 48 മാർക്ക് സ്കോർ ചെയ്യാനുള്ള കണ്ടന്റ് നമ്മുടെ കൈവശം ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോണസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് +1 ഒരു 30 +1 നിങ്ങൾക്കൊരു 22 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ദെൻ ഇവിടെ ഒരു 48 മാർക്കും എത്ര മാർക്കായി 70 മാർക്കാണ് നിങ്ങൾക്ക് ഫലത്തിൽ കിട്ടുന്നത് അല്ലേ. ഈ 70 മാർക്ക് നിങ്ങൾക്ക് മാത്രമായിട്ട് എടുക്കുന്ന മാർക്കാണ്. 60 മാർക്കിനേക്കാൾ കൂടുതൽ മാർക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ച് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി ഞാൻ പറയുന്നത് ഇവിടെ തൊട്ട് താഴെ കാണുന്ന ലിങ്ക് ഉണ്ടാവും അല്ലേ. അത് സേ എക്സാമിന് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടിയില്ല. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റും സേം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം. സേ എക്സാം എത്ര സബ്ജക്റ്റ് വേണം എഴുതാം, പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റ് ഒരു സബ്ജക്റ്റ് മാത്രമേ എഴുതാനേ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ നിലവിൽ. ബാക്കി അപ്ഡേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ തൊട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ രജിസ്ട്രേഷൻ ലിങ്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ. അത് അധികം കാര്യങ്ങളൊന്നുമല്ല, നിങ്ങളുടെ പേരും അഡ്രസ്സും പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും മാത്രമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ +2 സേ പരീക്ഷയാണോ അതോ ഇമ്പ്രൂവ്മെൻ്റ് ആണോ വരുന്നതിൽ ചൂസ് ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ സബ്ജക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഏതൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഈ പറഞ്ഞ സേ എക്സാം എഴുതുന്നതിൽ. ആൻഡ് ഫൈനലി പർച്ചേസും അതിനുശേഷം പറഞ്ഞ പേയ്മെൻറ്റും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതെല്ലാ കാര്യങ്ങളും കിട്ടും. ഇനി പറയാനുള്ള വേറൊരു കാര്യം,
ഇതൊക്കെ സാറേ ചെയ്ത് തീർക്കാൻ സമയമുണ്ടോ? നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ 29 ജൂൺ 29 അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും ഡേറ്റ് വരും. ഈ ജൂൺ 29 വരെ നമുക്ക് എന്തുണ്ട്, ഏകദേശം ഒരു 30 ദിവസമുണ്ട്. ഈ 30 ദിവസം കൊണ്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് പഠിക്കാനുള്ള കണ്ടൻറ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ, പരീക്ഷയ്ക്ക് വേണ്ട കണ്ടൻറ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ, ചാപ്റ്റേഴ്സ് ഫുള്ള് പഠിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ 30 ദിവസം കൊണ്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മോഡൽ എക്സാം കൂടി എന്ത് ചെയ്യും, എജുപോർട്ടിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ എക്സാം, അതിൻ്റെ അതേ സെയിം പാറ്റേൺ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു മോഡൽ എക്സാം കൂടി കിട്ടും. അപ്പോൾ ഇനി തീരുമാനം എടുക്കേണ്ട നിങ്ങളാണ്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈഫിലെ സേവ് എ ഇയർ എന്നല്ല ഞാൻ പറയല്ല, സേവ് എ ഇയർ എന്ന് പറയാം. നമുക്ക് പല ഓപ്ഷന് പറയാം. ഒന്നുകിൽ നമ്മുടെ വർഷം സേവ് ചെയ്യാനാവാം, അല്ലെങ്കിൽ നമ്മുടെ കരിയർ സേവ് ചെയ്യാനാവാം, അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യാം, ഫ്യൂച്ചർ സേവ് ചെയ്യാനാവാം. അപ്പോൾ പല രീതിയിലെ ഡയമെൻഷൻസ് ഒരുപാടുള്ള കാര്യങ്ങളാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ്, നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിലാണ്. പഠിക്കണോ, പഠിക്കാൻ തയ്യാറാണോ എങ്കിൽ നിൽക്കുന്നത് ഉറപ്പായിട്ട് എജുപോർട്ടിൽ ജോയിൻ ചെയ്യാം. യാതൊരുവിധ സംശയമല്ല, ഞാൻ എൻ്റെ ഫുൾ കോൺഫിഡൻറ്റോട് കൂടി ഞാൻ കോൺഫിഡൻ്റായിട്ട് നിങ്ങളോട് പറയണേ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിശ്വസിച്ച് കൂടെ നിൽക്കാം. കാരണം എജുപോർട്ടിൽ നിൽക്കുന്നത് അത്രയും ഏറ്റവും ഈസി ആയിട്ട് എന്ത് ചെയ്യാം, എക്കണോമിക്സ് ഞാൻ നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തരാം. നിങ്ങളത് പരീക്ഷയ്ക്ക് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, നിങ്ങൾ റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുപോർട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.